പാലക്കാട്ടേക്ക് മലമ്പുഴയിലേക്കാണ്. പാലക്കാട് കൈപ്പത്തി പ്രതിഷ്ഠയായുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ കല്ലേക്കുളങ്ങര കൈപ്പത്തി ക്ഷേത്രം. അവിടെ ദർശനം നടത്തിയ ശേഷമാണ് മലമ്പുഴയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എ സുരേഷിന്റെ ഇന്നത്തെ പ്രചാരണം ആരംഭിച്ചത്. അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയായിരുന്ന സുരേഷ് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത് എന്നും പറയുന്നു. രാജേഷ് കോയിക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പാലക്കാട്ടെ കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ വിശ്വാസവുമായി അടുത്ത് ചേർന്ന് നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് കല്ലേക്കുളങ്ങരയിലുള്ള ഏമൂർ ഭഗവതി ക്ഷേത്രം. നമുക്കറിയാം, അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം ഒപ്പം തന്നെ ജനതായുഗത്തിന് ശേഷം ഇന്ദിരാഗാന്ധിയുടെ തിരിച്ചുവരവുണ്ടായ ഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി മലമ്പുഴയിൽ എത്തുകയും ഇവിടെ ഒരു ജലസേചന പദ്ധതി ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇന്ദിരാഗാന്ധി ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. അതിന് പിന്നാലെയാണ് കോൺഗ്രസുകാർക്കിടയിൽ ഈ ക്ഷേത്രം വളരെ പ്രസിദ്ധമായി തീർന്നത്. അന്ന് ഈ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയ ശേഷമാണ് ഇന്ദിരാഗാന്ധി എറണാകുളത്ത് നടന്ന എ ലയന സമ്മേളനത്തിൽ പങ്കെടുത്തത്. എന്തായാലും കോൺഗ്രസിന്റെ മലമ്പുഴയിലെ സ്ഥാനാർത്ഥിയായ എ സുരേഷിന്റെ പ്രചാരണം ഇന്ന് ആരംഭിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ്. അദ്ദേഹം ഏതാനും കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം ഇവിടെ എത്തുകയും ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്തു. സുരേഷിയുടെ രാഷ്ട്രീയത്തിനൊപ്പവും വിശ്വാസവും മാറുകയാണ്. അല്ല, ഇത് വിശ്വാസത്തിന്റെ മാത്രമല്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇടം നേടിയൊരു ക്ഷേത്രമാണ് ഏമൂർ ഭഗവതി ക്ഷേത്രം. വർഷങ്ങൾക്ക് മുമ്പ് ഇന്ദിരാഗാന്ധി ഇവിടെ വന്ന് ദർശനം നടത്തിയതിന് ശേഷമാണ് കോൺഗ്രസിന്റെ ചിഹ്നം കൈപ്പത്തിയാക്കാൻ തീരുമാനിച്ചത്. അത്രയും ചരിത്രപ്രസിദ്ധമായ, ഇന്ത്യയിലെ ഏറ്റവും ചരിത്രപ്രസിദ്ധമായ ഇടം നേടിയ ഒരു ക്ഷേത്രമാണ് ഏമൂർ ഭഗവതി ക്ഷേത്രം. ആ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ആദ്യമായി ഇവിടെ ദർശനം നടത്താൻ വേണ്ടി ഞാൻ വന്നത്. ഇന്നിപ്പോ പ്രചാരണം ആരംഭിക്കുന്നത് തന്നെ ഇവിടെ നിന്നാണ്. എത്രമാത്രം ആത്മവിശ്വാസത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്? തീർച്ചയായിട്ടും കേരളത്തിൽ ആകെ ഇടത് വിരുദ്ധ തരംഗമാണുള്ളത്. അതിനൊപ്പം തന്നെ മലമ്പുഴ നിൽക്കും. പണ്ടത്തെ മലമ്പുഴയല്ല, എല്ലാ കോട്ടങ്ങളും പൊളിഞ്ഞുകൊണ്ട് UDF വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിൽ അധികാരത്തിൽ വരും. അതിൽ ഒരു തർക്കമില്ല. കാരണം പുറത്ത് ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ ജനങ്ങളുടെ ആവേശം കാണുമ്പോൾ എനിക്കതാ തോന്നുന്നത്. മലമ്പുഴ എന്തായാലും ഇത്തവണ മാറി മറിയും. വൻ വിജയത്തോടുകൂടി UDF ഇവിടെ ജയിക്കും. VS ഇപ്പോഴും ഒപ്പമുണ്ട്. തീർച്ചയായിട്ടും VSന്റെ ആത്മാവ് എന്റെ കൂടെയുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ VSന്റെ കുടീരത്തിൽ പോയിരുന്നു. അവിടെ പോയി VSന്റെ ആത്മാവിനോട് അനുവാദം ചോദിച്ചിട്ടാണ് ഞാൻ ഈ തീരുമാനത്തിലേക്ക് എത്തിയത്. VSന്റെ സന്തത സഹചാരിയായിരുന്ന സുരേഷ് ഒരുപക്ഷെ കാലങ്ങൾക്ക് ശേഷമായിരിക്കും ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടുണ്ടാവുക. എന്തായാലും ഈ പാലക്കാട്ടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ ഈ പ്രചാരണം ആരംഭിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ നിന്ന് തന്നെയാണ്. ആ പതിവ് തന്നെയാണ് സുരേഷും ഇപ്പോൾ ആവർത്തിക്കുന്നത്. കല്ലേക്കുളങ്ങരയിൽ നിന്നും രാജേഷ് തകഴിക്കൊപ്പം രാജേഷ് കോയിക്കൽ, ഏഷ്യാനെറ്റ് ന്യൂസ്.